ഏറ്റവും വലിയ തട്ടിപ്പ് തുറന്നു കാണിക്കാൻ തന്നെയാണ് മറ്റൊരു വീഡിയോയിലും വന്നിരിക്കുന്നത്. ഇപ്പൊ അബ്ദുൾ റഹീമിന്റെ വളരെ നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് നടക്കുന്ന ചാരിറ്റിയാണ്. എന്നാൽ ഇതിന്റെ പുറമെ അക്കൗണ്ട് നമ്പർ മാറ്റി, ഗൂഗിൾ പേ നമ്പർ മാറ്റിയിട്ട് പല വിരുദ്ധന്മാരായിട്ടുള്ള ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ നടത്തുന്നുണ്ട്. അത് ഒന്നോ രണ്ടോ എന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടത്. പക്ഷെ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഈ രാത്രി ഒന്ന് ഓരോന്ന് നോക്കിയപ്പോൾ പലരും എന്നെ മെൻഷൻ ചെയ്തിരുന്നു. ഞാനതിൽ പറഞ്ഞിരുന്നു സ്റ്റോറിയിൽ 10-ലധികം ഇൻസ്റ്റാഗ്രാം പേജിൽ ഇഷ്ടം പോലെ ഫേക്കാണ്. ഇവിടെ കണ്ടോ, 2 ലക്ഷത്തിലധികം ആളുകൾ കണ്ട അബ്ദുൾ റഹീമിന്റെ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടും ഫേക്കാണ്, ഫുള്ള് തട്ടിപ്പാണ്. നോക്കിയേ, ഒരു ഋതു എന്ന് പറയുന്ന ആളുടെ പേരിലാണ് QR കോഡ്, ഇതൊക്കെ ഫേക്കാണ്. ഇതൊക്കെ അബ്ദുൾ റഹീമിന് വരേണ്ട കോടിക്കണക്കിന് പൈസ ഇവർ തട്ടിയെടുത്തതാണ്. ഇങ്ങനെ എണ്ണമറ്റ പേജുകൾ, ഇത് കെയർ ഇന്ത്യ എന്ന് പറയുന്ന വേറൊരു പേജ്. ഈ വീഡിയോ നോക്കിയേ, ഈ 96,000 ലൈക്ക്, അപ്പോൾ 1 മില്യൺ എങ്കിലും ഉണ്ടാവും ഇതിന്റെ വ്യൂസ്. ഇതിൽ കൊടുത്തിരിക്കുന്ന നോക്കിയ കോട്ടക് ബാങ്ക് നബി കുമാർ എന്ന് പറയുന്ന വേറൊരാളുടെ അക്കൗണ്ടാണ്. ഈ തട്ടിപ്പ് പേജുകളുടെ ഫോളോവേഴ്സ് നോക്കിയ 95,000 ആളുകൾ. കമ്മീഷൻ ഹെൽപ്ഫുൾ എന്ന് പറയുന്ന മറ്റൊരു പേജ്, ഈ പേജിൽ അപ്ലോഡ് ചെയ്തൊക്കെ മലയാളികളുടെ പ്രഭാതമായ ഇത് നോക്കി. ഈ ഒരു പെണ്ണിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 44,000 ഖാദർ കരിപ്പൊടി അടക്കം ലൈക്ക് അടിച്ചിട്ടുണ്ട്. നമ്മൾ അറിയുന്ന ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ അടക്കം ലൈക്ക് അടിച്ചിട്ടുള്ള വീഡിയോ. പലരും അറിയാതെ തെറ്റിദ്ധരിച്ചിട്ട് ഈ അക്കൗണ്ടിലേക്കൊക്കെ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ കമന്റിൽ കണ്ടു. ഇൻസാനിയത്ത് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന മറ്റൊരു തട്ടിപ്പ് പേജ്. ഇതിൽ നോക്കിയ 10 മണിക്കൂർ മുമ്പാണ് ഇവർ വീഡിയോ ഇട്ടിട്ടുള്ളത്, അതും റീപോസ്റ്റ് ചെയ്തിട്ട്. ബിസ്മില്ലാ, ഇത് ഞാൻ കണ്ടുപിടിച്ച 10 പേജുകളാണ്. ഇത് ഹയാത്ത് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജാണ്. നോക്കിക്കോളി, അഡ്വക്കേറ്റ് ഷമീർ കുന്നമ്മൾ അദ്ദേഹത്തിന്റെ വീഡിയോയിലേക്ക് അക്കൗണ്ട് നമ്പർ വേറെയാണ്. കണ്ടോ, ഇവിടെ കൊട്ടക് മഹേന്ദ്ര ബാങ്ക് ആണ്. 58,000 ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ടാണ്. അതിന്റെ പുറമെ ലൈഫ് കെയർ ഫൗണ്ടേഷനിലേക്ക് നമ്മൾ കയറിയാൽ 31,000 വ്യൂസ്. അർജന്റ് എമൗണ്ട് എന്ന് പറഞ്ഞത് ഗൂഗിൾ പേ, ഫോൺ പേ, കൊട്ടക് ബാങ്ക് ആണ്. ഇവിടെയും കൊട്ടക് മഹേന്ദ്ര ബാങ്ക് ആണ്. ഇനി ഈ അക്കൗണ്ടിൽ വേറെ വീഡിയോസ് ഉണ്ടോ നോക്കാം നമുക്ക്. ഇതാ ഒരുപാട് വീഡിയോസ് നോക്കിയേ. അടിയന്തര വീഡിയോ പ്ലീസ് ഷെയർ ചെയ്യണം. എയർടെൽ പേയ്മെന്റ് ബാങ്ക് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഫോൺ പേയിലുണ്ട്. അടുത്തൊരു വീഡിയോ നോക്കിക്കോളൂ. വളരെ എമർജൻസി ആയിട്ട് ഡേഞ്ചർ ആയിട്ട് കേരളത്തിൽ നടന്ന എല്ലാ ചാരിറ്റി വീഡിയോകളും ഈ ഒരു നോക്കിയേ. എയർടെൽ പേയ്മെന്റ് ബാങ്ക് ആണ്. നോക്കേ, ഒന്നല്ല, ഇതാണ് അബ്ദുൾ റഹീമിന്റെ 2000 ആണ് വ്യൂസ്. കുഞ്ഞ് 17,000 ആളുകൾ, ഞാൻ അറിയുന്ന ആളുകൾ വരെ ഇതിൽ ലൈക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളടക്കം ട്രാപ്പിലായിട്ടുണ്ട്. കാരണം ഞാനിത് പോസ്റ്റ് ചെയ്തപ്പോഴേക്കും ഒരുപാട് ആളുകൾ പറഞ്ഞത് ഞാൻ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരുപാട് ഇങ്ങനെ വരുമല്ലോ, ബൂസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് വരും. ഇതിൽ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെന്താ. അപ്പോൾ നമ്മൾ എത്ര കണ്ടു. ഇതാ മറ്റൊന്ന്, ഇതാ കുഞ്ഞിൻ്റെ അവസ്ഥ നോക്കിയേ. 47,000 ആളുകൾ. എൻ്റെ പൊന്നുമോനെ മരണത്തിന് കൊടുക്കുന്ന അക്കൗണ്ട് നമ്പർ ഏതാണ് നോക്കി. ഇത്രയും മലയാള ലേഖന പോലെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുള്ളത് നോർത്ത് ഇന്ത്യയിലുള്ള ആളുകളാണ്. നമ്മൾ മനസ്സിലാക്കുക, നോർത്ത് ഇന്ത്യയിലുള്ള ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് 100ഓളം സ്റ്റാഫുകളെ വെച്ചിട്ട് ആയിരക്കണക്കിന് അക്കൗണ്ടുകളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നുള്ളത്. ഇവരുടെ ഒരു അക്കൗണ്ട്, ഇന്നലെ ഞാൻ ഇട്ട സ്റ്റോറി ഇട്ട ഇന്ന് 2 അക്കൗണ്ടും ഇപ്പോൾ കാണുന്നില്ല. ഓക്കെ, ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ 10 അക്കൗണ്ട് ഈ വീഡിയോ വരലോട് കൂടി അത് കാണില്ല. നിങ്ങൾ നോക്കുമ്പോഴേക്കും ചിലപ്പോൾ ഉണ്ടാവില്ല. എനിക്ക് മെൻഷൻ ചെയ്യാനും പോലും കഴിയുന്നില്ല. അവർ മെൻഷനുള്ള ഓപ്ഷൻ അവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് മെൻഷൻ ചെയ്യാൻ പോലും കഴിയുന്നില്ല. അതായത് ഇത്ര അക്കൗണ്ടുകൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല. കാരണം ആ അക്കൗണ്ടുകൾ അടിക്കുമ്പോൾ മെൻഷൻ തന്നെ ആകുന്നില്ല. അപ്പോൾ ഏതായാലും ഈ വീഡിയോ വരുന്നതോട് കൂടെ നിങ്ങൾ പറ്റുന്നവരൊക്കെ ഈ പേജിൽ പോയിട്ട് എല്ലാവരും റിപ്പോർട്ട് അടിക്കുക. ലൈഫ് കെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ടിൽ ഇവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും തട്ടിപ്പാണ്. അപ്പോൾ ഹയാത്ത് ഫൗണ്ടേഷൻ കഴിഞ്ഞു, ലൈഫ് കെയർ ഫൗണ്ടേഷനായി. ഇപ്പോൾ ലൈഫ് ചേഞ്ചിങ് ഫൗണ്ടേഷൻ. ഓക്കെ, ലൈഫ് ചേഞ്ചിങ് ഫൗണ്ടേഷനിൽ 13,000 ഫോളോവേഴ്സാണ്. എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ തന്നെ ഇവിടുന്ന് സെർച്ച് ചെയ്യേണ്ടി വരും കേട്ടോ. 31,000 ആളുകൾ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കിയേ, വേറൊരാൾ മലയാളി ചെയ്ത വീഡിയോ. മരിക്കാൻ കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ വീഡിയോ പോലും ഇതിൽ നിന്ന് എങ്ങനെ ഒരു പൈസ ഉണ്ടാക്കാനാണ് മനസ്സിലാവുന്ന. അല്ലാഹു ആലം. നോക്കിയേ, എല്ലാവരും സഹായിക്കണം, ഷെയർ ചെയ്യണം. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് മലയാളി ഏജന്റുമാരുണ്ടാവും, മലയാളികളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ശരിക്കും ഇതൊരിക്കലും മലയാളിക്ക് ഇങ്ങനെയുള്ള ഒരു അത്രയും കാരുണ്യമില്ലാത്ത, കണ്ണിൽ ചോരയില്ലാത്ത ഒരാൾ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ നോർത്ത് ഇന്ത്യയിലുള്ള ആളാണ്. ഒന്നെങ്കിൽ അവർ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴി ഇത്രയും ഒരു കറക്റ്റ് വേർഡ്സ് കിട്ടണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ മലയാളികളായിട്ടുള്ള ആളുകളെ കൊണ്ട് വർക്ക് ചെയ്യിക്കുകയാണ്. അവരൊക്കെ സ്റ്റാഫായിരിക്കും. ഇതിൻ്റെ പിന്നിൽ ഒന്നെങ്കിൽ 100 അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവും. കാരണം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ 10 അക്കൗണ്ട്. ഫിറോസ് കുന്നുംപറമ്പിലിൻ്റെ വീഡിയോസാണ്. 88,000 ലൈക്ക് ഉണ്ട് ഇതിന്. 88,000 ലൈക്ക്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനൊക്കെ എത്ര കോടി പോയിട്ടുണ്ടാവും. എനിക്കൊന്നും ചിലപ്പോൾ ഒരു കോടിയൊന്നുമല്ല, ഒരു 100 കോടിയല്ല, ചിലപ്പോൾ ഒരു 1000 കോടി തന്നെ. കാരണം ഇവർ ഒരു പേജിൽ തന്നെ 100-ലധികം മലയാളത്തിലുള്ള കേരളത്തിലെ പ്രഭാതമായിട്ടുള്ള ചാരിറ്റി വീഡിയോകൾ ഇടുന്നുണ്ട്. ഒന്നിൽ 1 കോടി വന്നാൽ, ഒന്നിൽ 2 കോടി വന്നാൽ ഇത്ര 100-ൽ നിന്ന് എത്ര കിട്ടി? 100 കോടി, 200 കോടി. ഇങ്ങനെ ഇവർക്ക് എത്ര പേജ് ഉണ്ടാവും? 100 പേജ് ഉണ്ടാവും. 100 × 100
അത്രയും പേജുകളിലൂടെ അത്രയും വീഡിയോസ് ഇവർ ബൂസ്റ്റ് ചെയ്യാണ്. ഇതിന് ബൂസ്റ്റ് ചെയ്യാനും കൂടിയാൽ ചിലപ്പോൾ 10,000 രൂപയായിരിക്കും, അല്ലെങ്കിൽ 20,000 ആയിരിക്കും, മാക്സിമം പോയാലും 1 ലക്ഷം വരെ പോയേക്കാം. കിട്ടുന്നതാണെങ്കിലോ കോടിക്കണക്കിന്. ഇതിന് ഗിവിങ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ്, ഒരു കുഞ്ഞിൻ്റെ മരണക്കടയിൽ കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഇതിനെയാണ് ഇവർ പൈസ ആക്കിയത്. നോക്കിയേ, നാസിർ സുദിപ്പ് എന്നാളെന്ന്. ഇതിൻ്റെ അക്കൗണ്ട് നമ്പർ എടുത്ത് നോക്കട്ടെ. അക്കൗണ്ട് നമ്പർ ഏതാണ്? എയർടെൽ ബാങ്കാണ്. ഓക്കെ, എയർടെൽ ബാങ്കാണ്. നല്ല ഉഷാറായിട്ട് മലയാളമൊക്കെ എഴുതിയിട്ടുണ്ട്, പോസ്റ്റ് ഡേറ്റ് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവരെന്ന് പറഞ്ഞാൽ കേരളത്തിൽ പലതും കേസ് കഴിഞ്ഞതുണ്ടാവുമല്ലോ, കേസ് പോസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു, പൈസ ആവശ്യത്തിനായി, അതിനെയും ഇവർ വീണ്ടും റീപോസ്റ്റ് ചെയ്യും. ചിലപ്പോൾ കുഞ്ഞ് മരിച്ചിട്ടുണ്ടാവും, പിന്നെയും ആ കുഞ്ഞിൻ്റെ പേരിൽ ചികിത്സയ്ക്ക് വീഡിയോ ഇടും. നമ്മളിപ്പോൾ കണ്ടത് ഗിവിങ് ഗ്രൂപ്പാണ്. ഓക്കെ, ഗിവിങ് ഗ്രൂപ്പ് കണ്ടോ ഗിവിങ് ഗ്രൂപ്പ് ഓഫായി. നിങ്ങളുടെ മുമ്പ് ലൈവായിട്ടാണ് ഓഫായത്, കണ്ടോ. ഞാൻ ഇന്നലെ സ്റ്റോറിയിലിട്ടു, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പോയതാണോ, അല്ലെങ്കിൽ ഇവർ പേടിച്ചിട്ട് ഈ ഗിവിങ് ഗ്രൂപ്പ് ഒഴിവാക്കി, ഇനിയിപ്പോൾ ഇവർ അടുത്ത ഗ്രൂപ്പിലേക്ക് പോകും. ഇവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. ഇത് പൈസ കൊടുത്താൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒരു 10,000 രൂപ കൊടുത്താലും 10,000 ഫോളോവേഴ്സിൽ അക്കൗണ്ട് കിട്ടും. വലിയ പണിയൊന്നുമില്ല ഇന്നത്തെ കാലത്ത്. അല്ലെങ്കിൽ എന്നെ ബൂസ്റ്റ് ചെയ്തിട്ട് ഫോളോവേഴ്സും റീച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഫോളോവേഴ്സൊന്നും ഇല്ലാത്ത അക്കൗണ്ടിലാണെങ്കിലും ഈ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതും ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാഗ്രാം പൈസ കൊടുത്താലും ബൂസ്റ്റാക്കി തരും. റീച്ച് ഫോളോവേഴ്സുള്ള അക്കൗണ്ട് ആണെന്നില്ല. ഓക്കെ, ഗിവിങ് ഗ്രൂപ്പിൻ്റെ ആ വീഡിയോ കുറച്ച് മുമ്പ്, ഈ വീഡിയോ തുടങ്ങുന്നതിൻ്റെ 5 മിനിറ്റ് മുമ്പ് ഞാൻ എൻ്റെ മറ്റൊരു നമ്പറിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് മാത്രം ഇവിടെ നിന്നു. ഇല്ലെങ്കിൽ ഈ പേജിൽ പോയാൽ കിട്ടില്ലായിരുന്നു. കണ്ടോ, വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഗിവിങ് ഗ്രൂപ്പ് കണ്ടോ, കിട്ടില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് വീഡിയോ കിട്ടില്ലായിരുന്നു. ഏതോ ഭാഗ്യത്തിന് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്ത് വെച്ചതുകൊണ്ട് മാത്രം കിട്ടി. എന്നെ അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഗിവിങ് ഗ്രൂപ്പ് കഴിഞ്ഞു. ഗിവ് ഡെയിലി. ഓക്കെ, ഗിവ് ഡെയിലി ഇതുണ്ടാവുമോ? ഉണ്ട്. ഓക്കെ, ഇത് തന്നെയാണ് അബ്ദുറഹീമിൻ്റെ വെച്ചിട്ട് പൈസ ആക്കാണ്. ഓക്കെ, കൊട്ടക് ബാങ്കാണ്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്. ഇംഗ്ലീഷിൽ വിട്ടിട്ടുണ്ട് ഒരുപാട്. ഗൂഗിൾ പേ, ഫോൺ പേ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലെന്താണ് നെജ്മ എന്ന് പറയുന്നത്.